അപ്പോൾ ഒരു ദിവസം ഞാൻ കാസർഗോഡ് എത്തിയപ്പോൾ മമ്മൂക്ക അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ മെസ്സേജ് അയച്ചപ്പോൾ നീ ഇങ്ങോട്ട് പോവാം. അപ്പോൾ മമ്മൂക്ക അന്ന് ഷൂട്ടില്ല, അന്ന് എന്തോ മറ്റേ വേറെ പലർക്കും ഷൂട്ടാണ്, മമ്മൂക്ക് ഷൂട്ടില്ല. അപ്പോൾ ബാക്കിൽ ഒരു ഹോട്ടലിലാണ് മമ്മൂക്ക ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് പോയി. അപ്പോൾ ഞാൻ ഈ രാഷ്ട്രീയവും സാഹിത്യമൊക്കെ സംസാരിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്ന പലതും സംസാരിച്ച് ഇപ്പോഴത്തെ എന്തെങ്കിലും പുതിയ പുസ്തകം എന്താണ് വായിക്കുന്നത്, അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് രാഷ്ട്രീയത്തിലെത്തി. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇവിടെയാണ്, എന്താണ് നിൻ്റെ രാഷ്ട്രീയം? ഞാൻ പറഞ്ഞു ഇടതുപക്ഷമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നമുക്ക് സീവുമായിട്ട് ഭയങ്കര അടുപ്പാണല്ലോ എന്നിങ്ങനെ ചോദിച്ച സമയത്ത് നമുക്കൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ സി എമ്മിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരേ ഒരു ആഗ്രഹമാണ്, സിംഗപ്പൂർ പോലെ കേരളത്തെ ഒരു വലിയ വികസനത്തിൻ്റെ ഒരു നാടാക്കി മാറ്റണം, എൻ്റെ നാടൊരു വലിയ നാടായി മാറ്റണം എന്നൊറ്റ വിചാരമില്ല പുള്ളിക്ക്. അത് മമ്മൂക്ക പറയുമ്പോൾ മമ്മൂക്കയുടെ കണ്ണുകൾ ഭയങ്കര തിളക്കുക. അതായത് അത്രയും ആത്മാർത്ഥതയോടെ ഒരു ആൾ ആഗ്രഹിക്കുന്നു, ഒരു ഭരണാധികാരി ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം കേൾക്കുന്ന അയാൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം മമ്മൂക്കയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നാട് നന്നാക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ സി എമ്മിനെ കാണുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വാർദ്ധക്യത്തിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ പോകുമ്പോഴും നാടിന് വേണ്ടി അടിമതറാതെ നിൽക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി സി എമ്മിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അനുഭവിച്ചവർക്ക് അറിയാം ഇവിടെ നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടായെന്ന് അറിയാം. 10 വർഷം മുമ്പ് ജീവിച്ച ആൾക്കാർ, 10 വർഷം ഈ ഭരണത്തിന് 10 വർഷം മുമ്പുള്ള ആളുകൾക്കറിയാം അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്തത്, എന്തൊക്കെയാണ് ഇവർ ചെയ്തത് എന്ന് കൃത്യമായിട്ട് അറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് ഏറ്റവും കൂടുതൽ അതിന് കാരണക്കാരനായിട്ട് ഞാൻ പിണറായി വിജയനാണ് പറയാം. കാരണം ഞാൻ പിണറായി വിജയൻ്റെ തളർച്ചയും വളർച്ചയും വളരെ നോക്കിക്കണ്ട ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നതിൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നോക്കിക്കിടക്കുന്ന ആളാണ്. കാരണം ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഭയങ്കര ഒരു പ്രതിസ്ഥാനത്തായിരുന്നു. മാധ്യമങ്ങളെല്ലാം കൂടിയിട്ട് ഒരു വില്ലൻ പരിവേഷമാണ് അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തത്. ലാവ്ലിൻ കേസ്, ഒരു കർക്കശക്കാരനായ പാർട്ടി സെക്രട്ടറി. പക്ഷേ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം ഈ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്ന പോലെ ഇപ്പോൾ അദ്ദേഹം ഒരു വികസന നായകനായിട്ട് സാധാരണക്കാർക്കിടയിലുണ്ട്, അതായത് അനുഭവസ്ഥർക്കിടയിലുണ്ട്. മാധ്യമങ്ങൾ എന്ത് അപരനിർമ്മിതി ഉണ്ടാക്കിയാലും അനുഭവിച്ചവർക്കറിയാം ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്ത് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം സഖാവിൻ്റെ നേതൃത്വത്തിൽ, സി എമ്മിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ചെയ്തിട്ടുള്ള വികസന നയങ്ങളും മറ്റ് സാധാരണക്കാരെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ക്ഷേമ പരിപാടികളൊക്കെ തന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് ഇതൊക്കെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊന്നും അറിയില്ലോ. അപ്പോൾ ഈ 10 വർഷം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഭരിച്ച 10 വർഷത്തിന് മുമ്പുള്ളൊരു ജനത 10 വർഷം കഴിഞ്ഞിട്ട് ഈ മുമ്പുണ്ടായിരുന്ന ഭരണം എന്താണെന്ന് അറിയാത്തൊരു തലമുറയില്ല. അതേപോലെ തന്നെയാണ് നിരന്തരമായി ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ AKG അയാൾക്ക് ഒന്നും ചെയ്തിട്ടില്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ മനുഷ്യർക്ക് വേണ്ടിയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവില്ലായ്മയിലേക്ക് കുട്ടികൾ എത്തിപ്പെട്ടില്ല, അവർ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ വാക്കിൻ്റെ വടക്കൻ പെരുമയുമായി പുതിയൊരു അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ്, നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ശ്രീ PV ഷാജികുമാർ. അപ്പോൾ നമുക്ക് മരണവംശത്തും തുടങ്ങാം. അപ്പം ആദ്യത്തെ നോവലായിരുന്നു മരണവംശം, ഇപ്പം രണ്ടാമത്തെ നോവലിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നോവലെഴുത്ത് സംബന്ധിച്ചൊരു നോവലെഴുത്ത് എന്ന് വെച്ചാൽ ഞാൻ കഥ എഴുതുന്ന കാലത്തെ നോവൽ എഴുതണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. കാരണം എൻ്റെ പല കഥകളും നോവലായിട്ട് വരേണ്ടിയിരുന്ന രചനകളായിരുന്നു. പക്ഷേ അതിന് നമ്മളുടേതായിട്ടുള്ള മടി, അലസത, അതിനുവേണ്ടി ഇരിക്കാനുള്ള പ്രയാസം ഒക്കെ കൊണ്ട് നോവലെഴുത്ത് വൈകുന്നേ ഉള്ളൂ. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയവും സന്ദർഭവും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മരണവംശം വളരെ വൈകി എഴുതിയ നോവലാണ്. കുറേ മുമ്പ് ഞാനൊരു പ്രീ ഡിഗ്രി കാലം തൊട്ടേ അതിലൊരു നോവലുണ്ട്, അതിൻ്റെ ആ പ്രമേയത്തിൽ നോവലുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. പക്ഷേ എല്ലാത്തിനും ഒരു വളർച്ചയുണ്ടല്ലോ. ഒരു നമ്മളുടെ ഉള്ളിലേക്ക് ഒരു പ്രമേയം വന്നു കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ച നമ്മളിൽ സംഭവിക്കും. അപ്പോൾ അതിനെ സംഭവിക്കാൻ കുറച്ച് കാലമെടുത്തു. അതുകൊണ്ടാണ് മരണവംശം എഴുതാൻ വൈകിയത്, പുറത്തു വരാൻ വൈകിയത്. പക്ഷേ എഴുത്ത് കുറച്ച് മുമ്പേ, പ്രീ ഡിഗ്രി കാലം തൊട്ടേ ഉള്ളിലുണ്ടായിരുന്നു, എഴുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി. പിന്നെ ഈ നോവലിൻ്റെ ഒരു ആവേശം വന്നതിൻ്റെ പുറത്താണ് രണ്ടാമത്തെ നോവൽ തിറം എഴുതുന്നത്. ഇനിയും കുറേ നോവലുകൾ മനസ്സിലുണ്ട്, കഥകളുണ്ട്. പക്ഷേ എഴുതാനുള്ള സമയവും സന്ദർഭവും കിട്ടട്ടെ എന്ന് സ്വയം വിചാരിക്കുന്നു.
കഥകളിൽ ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഉള്ളാളിലേക്ക് വരാം. ഉള്ളാള് നമ്മുടെ ഒരു മതേതര മൂല്യത്തിൻ്റെ ഒരു പ്രതിച്ഛായ കൂടിയായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ, ഇപ്പം ഇന്ത്യൻ സമൂഹത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരാൾക്ക് ഈ ഒരു മതേതരം എന്ന് പറയുന്ന വിശ്വാസം കുറഞ്ഞു വരുന്നുണ്ടോ? അത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടേക്ക് ഇപ്പോൾ നമ്മളൊരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതേതരമായിട്ടുള്ള ജനാധിപത്യ പൂർണ്ണമായിട്ടുള്ള ഒരു കൾച്ചറൽ സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ ഏറിയവും കുറഞ്ഞോ കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മളിത്. കേരളത്തിന് പുറത്ത് അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ കേരളത്തിന് പുറത്തുള്ള മതകേന്ദ്രീകൃതമായിട്ടുള്ള വർഗീയ കേന്ദ്രീകൃതമായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിലേക്ക് വരികയും കേരളത്തിലെ ഒരു പോളാർ ഒരു ഡിവിഷൻ സ്പേസിലേക്ക് സമീപകാലത്ത് കൊണ്ടുപോകുന്നുണ്ട് എന്ന് എനിക്ക് ഒരു ചെറുതല്ലാത്ത സങ്കടമുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ വന്ന മോദിയുടെ ഭരണകൂടമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോദി സംസാരിക്കുന്ന ഒരു കള്ളം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ആദ്യമൊക്കെ നമുക്ക് കള്ളമായിട്ട് തോന്നാം. പക്ഷെ അതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കള്ളമല്ലല്ലോ, ഇത് സത്യമാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുമെന്നുള്ളതാണ് ഈ ഫാസിസത്തിൻ്റെ ഒരു പൊതു പ്രത്യേകത. ഫാസിസം അങ്ങനെയാണ് എല്ലാ നാടുകളിലും അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള വേരുകൾ ആഴ്ത്തിയിട്ടുള്ളത്. അത് ഇന്ത്യയിൽ സംഭവിച്ചു കഴിഞ്ഞു, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലത് ഉണ്ടായിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ അത്ര കണ്ട് നമുക്ക് പ്രകടിതമല്ല. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ പുറത്ത് വളരെ ഭീകരമായ രീതിയിൽ വർഗീയ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിപാടി, ഒരു മതകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പരിപാടി കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ ഡിഫെൻസ് ചെയ്യും എന്നുള്ളതാണ് ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ, ഒരു മതേതര വിശ്വാസി എന്ന നിലയിൽ, മതേതര പൂർണ്ണമായ ജീവിതം നയിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അത് ഞാൻ ഈ ഉള്ളാൾ എന്ന് പറയുന്ന കഥ എഴുതപ്പെടുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. അത് നിനക്കും അറിയാം, നമ്മുടെ നാട്ടിലെ കുട്ടിക്കാലത്തൊക്കെ, എൻ്റെ കുട്ടിക്കാലത്ത് ഉള്ളാളിൽ നിന്ന് ഒരാട് വരും. മൂസാക്കുട്ടൻ എന്നാണ് ആടിന് പറയുക. അതൊരു വയസ്സായ ഒരു വൃദ്ധൻ്റെ മുഖമുള്ള ഒരാടാണ്, ഒരു പ്രത്യേകതര ആടാണ്, താടിയൊക്കെയുള്ള. ആടിൻ്റെ കഴുത്തിൽ ഒരു സഞ്ചി ഉണ്ടാവും. ആ സഞ്ചിയിൽ ഞങ്ങളുടെ നാട്ടിലെ മുതിർന്നവരൊക്കെ അതിൻ്റെ സഞ്ചിയിലൊക്കെ പൈസ ഇടും. അപ്പോൾ എന്തിനാണ് ഈ ആടിന് പൈസ ഇടുന്നതെന്ന് കുട്ടിയായ എനിക്ക് മനസ്സിലായിരുന്നായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഉള്ളാളം പള്ളിയിൽ നിന്നുള്ള ആടാണ്. അപ്പോൾ ഉള്ളാളം പള്ളിയിൽ നിന്ന് വരുന്ന ആടിൻ്റെ ആ സഞ്ചിയിൽ പൈസ ഇട്ടാൽ, അല്ലെങ്കിൽ ഉള്ളാളം പള്ളിയിലേക്ക് ആടിനെ നേർന്നാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ടാവും എന്ന് വിശ്വസിച്ചിരുന്ന, മുസ്ലിം മതത്തിലല്ലാത്ത ജാതി മതമന്യേ വിശ്വസിച്ചിരുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ മതേതരത്തിനും ഏറ്റവും മൃഗീയമായ, ഏറ്റവും ഭീകരമായിട്ടുള്ള മുറിവ് തീർത്ത ദിവസമാണ് ഡിസംബർ 6. ഡിസംബർ 6 ശേഷം ഉള്ളാളം പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് ആടുകൾ വന്നിട്ടില്ല. ആരും ഉള്ളാളം പള്ളിയിലേക്ക് ആടുകൾ നേരാറുമില്ല. അതോടുകൂടി നമ്മുടെ ഒരു അവിടെയാണ് നമ്മൾ മതേതരം തകരാൻ തുടങ്ങിയത്. അപ്പോൾ ആ മതേതരം തകരാൻ തുടങ്ങുന്നതിന് പിറകിൽ ഉള്ള ഒരു കൾച്ചറൽ ഡിവിഷൻ ഉണ്ട്. ഇപ്പോൾ രാമായണം സീരിയൽ, മഹാഭാരത സീരിയൽ ടെലിവിഷനിൽ വരുന്നു. അതിനനുബന്ധമായിട്ട് അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര തുടങ്ങുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടത്. അത് ആരുടെ കാലത്താണ്, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് ഇത്തരത്തിലൊരു പരിപാടി ഉണ്ടായത് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ളൊരു മതകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ യാത്ര, അത് അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തിക്കുന്ന ഒരു കാലമാണിത്. പണ്ടൊക്കെ നമ്മളിപ്പോൾ നമ്മളുടെയൊക്കെ നാട്ടിൻപുറത്ത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സുഹൃത്തുക്കളൊക്കെ RSS ആണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ തീവ്ര ഹിന്ദു വിശ്വാസിയ, തീവ്ര ഹൈന്ദവത പറയാനൊക്കെ ആളുകൾ നാണക്കേട്, ലജ്ജ ഉണ്ടായിരുന്നു. അത് ശരിയല്ലല്ലോ, നമ്മളൊരു തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കുറ്റബോധം പഴയ കാലത്തെ ആളുകൾക്കുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒരു തീവ്ര ഹൈന്ദവവാദിയാണ്, ഞാനൊരു RSSകാരനാണ് എന്ന് പറയാൻ ഇപ്പോൾ കേരളത്തിലെ പലരും മടിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതിപ്പോൾ ഒരു സാമാന്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഞാൻ തീവ്ര ഹിന്ദുവാദിയാണ്, ഞാൻ ഒരു അപര മതവിരുദ്ധനാണ് എന്ന് പറയാൻ ഒരു നാണവുമില്ലാത്ത ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് വളരെയധികം പുസ്തകം വായിക്കുന്നവർ, അതിൽ പുസ്തകം വായിക്കുന്നവരുണ്ട്, കഥകൾ വായിക്കുന്നവരുണ്ട്, സാഹിത്യ മേഖലയിൽ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്, മറ്റ് പല സിനിമകളിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ
ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള ഒരു പേടി. കാരണം നമ്മൾ കാസർഗോഡുകാരൻ എന്ന നിലയിൽ കാസർഗോഡ് പലതരം കലാപങ്ങൾ പല കാലങ്ങളിൽ കണ്ടും കേട്ടും അറിഞ്ഞ ഒരാളെന്ന നിലയിൽ അതെന്നെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുട്ടികളുടെ ഒരു കേരളത്തിലെ ഒരു വികസനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കൂടി വികസന പരിപ്രേക്ഷ്യത്തിൻ്റെ ഭാഗമായി വരുന്നൊരു 10 വർഷമാണ് കടന്നുപോയിട്ടുള്ളത്. പ്രീ പ്രൈമറി സ്കൂൾ മുതൽ അവരുടെ ആരോഗ്യം ഇതൊക്കെ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു വികസന പദ്ധതി കൂടി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞാൻ നോക്കിക്കാണും. അത് ഞാൻ ഭയങ്കര സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും കൂടിയാണ് കുട്ടികൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്ന മാറ്റത്തെ ഞാൻ കാണുന്നത്. കാരണം അത് ഞാൻ ഒരു പ്രൈമറി വിദ്യാലയത്തിൽ പഠിച്ച ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളുടെ സ്കൂളിൽ മേൽക്കൂരയൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് മഴക്കാലത്ത് എപ്പോഴും ലീവായിരിക്കും. മഴ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ മഴ സ്കൂളിൽ പൂട്ടും. നമ്മൾ രാവിലെ മഴ പെയ്യുമ്പോൾ സ്കൂൾ പൂട്ടും. എപ്പോഴും മറ്റേ ചോർന്നൊലിക്കുന്ന കൂരകളായിരുന്നു പണ്ടത്തെ സ്കൂൾ. പക്ഷേ ആ നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഭയങ്കരമായിട്ടുള്ള വികസനം കഴിഞ്ഞ 10 വർഷം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കൃത്യമായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം എൻ്റെ ഏട്ടൻ്റെ മക്കൾ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, അവരനുഭവിക്കുന്ന സ്വാസ്ഥ്യം, അവർ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് ഒക്കെ വലിയ രീതിയിൽ കുട്ടികളെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ജാനകി ഉണ്ടാക്കിയ കഥകൾ എന്നുകൂടി പറയാം. കാരണം എൻ്റെ ഏട്ടൻ്റെ മകളാണ് ജാനകി ബാലവാടി അംഗൻവാടി തൊട്ട് അവൾ LP സ്കൂൾ വരെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് കൽപ്പിത കഥകളും കൂടി ചേർന്നൊരു പുസ്തകമാണത്. പക്ഷേ ആ കഥകൾ വായിച്ചവർക്ക് അറിയാം, ആ കഥകളിൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്, എത്ര വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത് എന്നൊക്കെ ആ കഥകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് എനിക്ക് ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര പ്രതീക്ഷയുണ്ട്. ജൻസി തലമുറയിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. കാരണം ഭയങ്കരമായിട്ട് കാര്യങ്ങളെ കുറച്ചും കൂടെ ജനാധിപത്യപരമായി കുറച്ചും കൂടെ സ്നേഹപൂർണ്ണമായിട്ട് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് പുതിയ കാലത്ത്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. പ്രൈമറി തലം തൊട്ടിട്ട് കോളേജ് തരം വരെയുള്ള സ്കൂളിലെയും കോളേജിലെയും ഒക്കെ സിസ്റ്റം മൊത്തം മാറുകയാണ്. സിലബസ് മാറുന്നു, പിന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മാറുന്നു. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഗംഭീരമാണ്. മേൽക്കൂരയില്ലാത്ത സ്കൂളല്ല ഇപ്പോൾ, ടോയ്ലറ്റ് ഇല്ലാത്ത സ്കൂളല്ല ഇപ്പോൾ. അധ്യാപകർ വളരെ ഉഷാറാണ്. പണ്ടത്തെ അധ്യാപകർ എന്ന് വെച്ചാൽ സ്കൂളിൽ വരുമോ എന്ന് വെച്ചാൽ വന്നു പഠിപ്പിച്ചാൽ പഠിപ്പിച്ചു എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള മാഷന്മാർ അധ്യാപകരായിരുന്നു. പക്ഷേ ഇന്നത്തെ അധ്യാപകർ ഭയങ്കരമായിട്ട് ഡെവലപ്ഡായി. അവർക്ക് കൊടുക്കുന്ന സിലബസ് ഭയങ്കര ഗംഭീരമാണ്. അത് അവരിൽ നിന്ന് അതിൻ്റേതായിട്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് നമ്മളൊരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് കഴിഞ്ഞൊരു കുട്ടി ഭയങ്കര കേപ്പബിളാണ് ഇപ്പോൾ. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചത്, നമ്മളെ സിസ്റ്റം ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ കുട്ടികളെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കോമിക് കോൺ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലൊരു കാർട്ടൂൺ മറ്റേ കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സബ്മിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ സെക്കൻഡ് എൻ്റെ മോളെയും കൂട്ടി പോയി. അവൾ ഈ കാർട്ടൂൺ ഈ എന്താ പറയുക മാങ്ക സ്റ്റോറീസൊക്കെ വായിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവളെയും കൂട്ടി പോയി ഞാൻ ഒരു 3:30 പോയതാണ്. എനിക്ക് ഈ ലോകം തീർത്തും അപരിചിതമാണ്. പല ഡെമൺ സ്ലെയർ, പിന്നെ അങ്ങനെ പലതരം കാർട്ടൂൺ കഥാപാത്രങ്ങൾ. അപ്പോൾ ഇവൾക്കിതെല്ലാം അറിയാം. അപ്പോൾ ഈ 3:30 പോയ എനിക്കപ്പം തന്നെ ഇത് ഇറങ്ങിപ്പോകാൻ തോന്നി. ഏതോ ഒരു ലോകം, അപരിചിതമായൊരു ലോകത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവള് ഭയങ്കര എക്സ്പീരിയൻസ്ഡായി ഇത് കണ്ട് ചില്ല് ചെയ്യുക. കാരണം 7 വയസ്സ് 2ാം ക്ലാസ് പഠിക്കുക. അപ്പോൾ വിളിക്കുന്നതിലും ഭയങ്കര പരിചയമാണ്. പലരുടെ ക്യാരക്ടർ, ഇത് ഡെമോ സ്ലെയറാണ്, മറ്റേ ലോർഡ് ഓഫ് റിങ്സിലെ ക്യാരക്ടറാണ്, ഇത് ഹാരി പോട്ടറിലെ മറ്റേ ഈ ക്യാരക്ടറാണ്. നമ്മൾ എന്തം വിട്ടിരിക്കുകയാണ്. ആ കുട്ടികൾ വേറെ ഒരു മൂഡിലേക്ക് നിൽക്കുന്ന സമയത്ത് അവർക്കനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ സിസ്റ്റം ഭരണകൂടം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പുതിയ കാലത്ത് ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിൽ അത് ഭയങ്കരമായിട്ട് സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ മാറിയ സിലബസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എഡ്യൂക്കേഷൻ വർക്ക് കൾച്ചറൊക്കെ ഭയങ്കര രസമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വായിക്കുന്നവർക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തുക, അങ്ങനെയൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുക എന്ന് പറയുന്നത്. അതൊക്കെ ഒരു വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കുട്ടികൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പുസ്തകങ്ങളൊക്കെ വായിച്ച ഒരാളാണ്. ആ കുട്ടിക്കാലത്ത് പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് അനുസരിച്ച് വിചാരിച്ചിട്ടല്ല ഞാൻ വായിക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ 4 കെട്ടും അല്ലെങ്കിൽ ഒരു കുടയും കുഞ്ഞുമംഗളും അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്, മാലി രാമായണം ഒക്കെ വായിച്ചതിൻ്റെ ഗുണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു ഇഞ്ചക്ഷൻ, പോസിറ്റീവായിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഫലം കുറച്ച് കാലം കഴിഞ്ഞ് ഉണ്ടാവും.
ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് ഭയങ്കരമായിട്ട് കുട്ടികൾ ക്രൈമിൻ്റെയും ഡ്രഗ്സിൻ്റെയും ഒക്കെ വഴികളിലേക്ക് നമ്മുടെ സ്കൂളും കോളേജിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതിന് കുറച്ചും കൂടി പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സിലബസ് ഇവിടെ നടപ്പിലാവുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വിദ്യാഭ്യാസ മേഖല പറഞ്ഞുകൊണ്ട് ഒരു അനുബന്ധമായിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. നമ്മളിപ്പോൾ സിലബസ് പറഞ്ഞല്ലോ, സിലബസിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ബാഹ്യ ഇടപെടൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെ വന്നു. അപ്പോൾ അതിൽ കൃത്യമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എങ്ങനെയെങ്കിലും കുട്ടികളിൽ എത്തിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ദേശീയ തലത്തിൽ തന്നെ നടപ്പിലാക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ഇതിനെ കേരളം ചെറുത്തുകൊണ്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ഇന്ത്യയിലെ നിലവിലുള്ള വിദ്യാഭ്യാസ അതെന്താ വെച്ചാൽ അത് എപ്പോഴും നമ്മൾ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം, നമ്മൾ ഈ ഫാസിസത്തെ കുറിച്ച് പഠിക്കുന്ന നോക്കി കണ്ടു കഴിഞ്ഞാൽ ജർമ്മനിയിലായാലും മറ്റ് പല ഫാസിസ്റ്റ് കേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥലങ്ങളിൽ രാജ്യങ്ങളിലായാലും അവരവരുടെ പൊളിറ്റിക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവരാദ്യം ചെയ്യുക അവിടുത്തെ വായനശാലകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. വായന എന്ന് പറയുന്ന സാധനം, അതായത് ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ള വായന എങ്ങനെ ഡിഫെൻസ് ചെയ്യാൻ. ഇപ്പോൾ വായനശാലകൾക്ക് രാജാ രവിവർമ്മ ഗ്രാൻഡ് ഉണ്ട്, അത് നിർത്തലാക്കാൻ പോവുകയാണ്, അറിയാമല്ലോ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പുസ്തകം വായിച്ച് നന്നാവണ്ട. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോഴാണല്ലോ നമ്മൾ ചിന്തിക്കാൻ തോന്നുന്നത്. അതും ഒരു മറ്റു ശൈലി ചിന്തിക്കും, പക്ഷേ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇത് ശരിയല്ലല്ലോ, ഇതങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പുസ്തകം വായിക്കുമ്പോൾ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ഗാന്ധിയൻ ഫിലോസഫിയിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റു തരത്തിൽ മാർക്സിൻ്റെ പുസ്തകങ്ങളോട് പോകുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന സിസ്റ്റത്തിൽ പ്രശ്നമുണ്ട് നമുക്ക് തോന്നും. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് കുട്ടികൾ. ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയ കുട്ടികളെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രാമായണവും മഹാഭാരതവും രാമാനന്ദ സാഗർ സംവിധാനം ചെയ്ത രാമായണവും മഹാഭാരതവും നമ്മൾ കണ്ടതാണ് ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ നമ്മളുടെ ആരാധ്യ ദൈവമാവുകയും, അപ്പോൾ ശ്രീരാമന് വേണ്ടി ശ്രീരാമന് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അയോധ്യയിൽ എന്നുള്ളൊരു പാഠം അതിൻ്റെ ഇന്നർ ടെക്സ്റ്റായിട്ട് വരും. അപ്പോൾ അയ്യോ, ഇത് ശ്രീരാമൻ്റെ ക്ഷേത്രമല്ലേ, അവിടെ പള്ളി ഉണ്ടായിരുന്നല്ലോ, അവിടെയാണോ ഇപ്പോൾ പള്ളി ഉള്ളത്, അപ്പോൾ പള്ളി പൊളിക്കപ്പെടേണ്ടതല്ലേ എന്നുള്ളൊരു ഇഞ്ചക്ഷൻ അവർ ചെയ്തുകൊണ്ടിരിക്കും. അത് കുറച്ചും കൂടെ ചിന്തിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് ഉള്ളിലോട്ട് കയറും. ഇതൊരു ജനാധിപത്യ സമൂഹമാണ്, അവിടെ അങ്ങനെ ഒരു അമ്പലമൊന്നും ഉണ്ടായിരുന്നില്ല, ഇതൊരു വർഗീയ നിർമ്മിതിയാണ്, ഒരു ഹൈന്ദവ ഫാസിസ്റ്റുകളുടെ നിർമ്മിതിയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കപ്പെടും. പക്ഷേ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിലൂടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലൂടെ, ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ ശ്രദ്ധിച്ചാലേ എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിൽ കുട്ടികളിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പുരാണ കഥാപാത്രങ്ങളുടെ ഒരുപാട് സീരീസുകൾ, കോമിക്കുകൾ ഇപ്പോൾ നിരന്തരമായിട്ട് വരുന്നുണ്ട്. ഹനുമാൻ അല്ലെങ്കിൽ മറ്റേ കുറച്ച് ബലവാനായിട്ടുള്ള ഹിന്ദു ദൈവങ്ങൾ, ഇത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അവൻ ഹൈന്ദവതയുടെ ഭാഗമായിട്ട് മാറും. ഇത് ഭയങ്കര സംഭവമാണ്, ബാക്കിയൊന്നും ശരിയല്ല, ഈ സിസ്റ്റമാണ് നമ്മൾ ഗവൺമെൻറ് ഫോളോ ചെയ്യുന്നത്, അപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് ശരിയാണ്, ഗവൺമെൻറ് ചെയ്യുന്ന അപരമതവിദ്വേഷം ശരിയാണ് എന്നുള്ള തോന്നലിലേക്ക് അവൻ എത്തിപ്പെടും. കാരണം ഇഞ്ചക്ട് ചെയ്യാൻ എളുപ്പമാണ്, കുട്ടികളെ കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ വേറൊരു ഇതാണ് സിലബസുകളിലെ മാറ്റം. സിലബസുകളിൽ ഇപ്പോൾ മഹാത്മാഗാന്ധി ഒഴിവാക്കുന്നു, സ്വാതന്ത്ര്യ സമരം ഒഴിവാക്കുന്നു, നമ്മുടെ മലപ്പുറത്തെ മറ്റ് കാര്യങ്ങൾ ഒഴിവാക്കുന്നു, മലബാർ കലാപം ഒഴിവാക്കുന്നു, അത് സ്വാതന്ത്ര്യ വിരുദ്ധമാണെന്ന് പറയുന്നു. ആ ഗോഡ്സെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു, ഗോഡ്സെയുടെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്നു, വാമനൻ ഓണത്തിൻ്റെ ദിവസം വാമനൻ്റെ ജയന്തി ആഘോഷിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ സിലബസിൽ ഉൾപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ കുട്ടികൾക്ക് ഇതൊക്കെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊന്നും അറിയില്ലോ. അപ്പോൾ ഈ 10 വർഷം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഭരിച്ച 10 വർഷത്തിന് മുമ്പുള്ളൊരു ജനത 10 വർഷം കഴിഞ്ഞിട്ട് ഈ മുമ്പുണ്ടായിരുന്ന ഭരണം എന്താണെന്ന് അറിയാത്തൊരു തലമുറയില്ല. അതേപോലെ തന്നെയാണ് നിരന്തരമായി ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ AKG ഒന്നും ചെയ്തിട്ടില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ മനുഷ്യർക്ക് വേണ്ടിയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവില്ലായ്മയിലേക്ക് കുട്ടികൾ എത്തിപ്പെട്ടില്ല, അവർ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ സിലബസിൽ ഭയങ്കരമായിട്ടുള്ള ഹൈന്ദവതയുടെ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാ ഫാസിസ്റ്റ് ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെ ഡിഫെൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം സിസ്റ്റം അവരുടെ കൂടെയാണ്, നീതിന്യായം അവരുടെ കൂടെയാണ്. അത് പക്ഷേ കേരളം പോലുള്ള തമിഴ്നാട് പോലുള്ള രാഷ്ട്രീയം അറിയുന്ന മനുഷ്യർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. സിനിമാ മേഖലയിലും കൂടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു കാലത്ത് കോടമ്പക്കത്തും കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമ ഇപ്പം വടക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ മേഖലയിലൊക്കെ ഇപ്പോൾ സിനിമകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ആ മാറ്റം എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതെന്ന് വെച്ചാൽ
ഈ എല്ലാ കാലത്തും ഒരു സ്പേസിൽ നിന്നുകൊണ്ട് ഒരു ആർട്ടും നിൽക്കില്ല. ആർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് അതെ സിനിമയുടെ സാധ്യത കൂടി എന്നുള്ളതാണ്. നമ്മളുടെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ വീട്ടിലൊന്നും ടെലിവിഷൻ ഇല്ല, ചെറിയ 90s കിട്ടാണ്. അപ്പോൾ അപ്പുറത്ത് ഗൾഫിൽ വന്ന ആളുടെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ VCPയിൽ അവർ വെക്കുന്ന കാസറ്റിലൂടെയാണ് നമ്മൾ സിനിമകൾ കാണുന്നത്. ആ കാലം മാറി തിയേറ്ററുകളുടെ എണ്ണം കൂടി. പിന്നെ ഇൻ്റർനെറ്റ് വന്നപ്പോൾ യൂട്യൂബിലൂടെ നമുക്ക് സിനിമ കാണാൻ പറ്റി. പിന്നെ മറ്റേ OTT പ്ലാറ്റ്ഫോം വന്ന്. അപ്പോൾ മൊബൈൽ വന്നതോടുകൂടി നമുക്ക് പാട്ടുകൾ ഷൂട്ട് ചെയ്യാൻ, നമ്മളുടെ ചെറിയ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ മറ്റേ ചെറിയ ചെറിയ സ്കിറ്റുകൾ പോലത്തുള്ള റീൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ നമ്മളുടെ ടെക്നോളജി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ വിഷ്വൽ കൺവേർഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയായി. അപ്പോൾ ഈ ടെക്നോളജിയൊന്നും ഇല്ലാത്ത, ആ ടെക്നോളജിയുടെ ഒരു പരിമിത കാലത്ത് കൊടംബക്കത്തും പിന്നീട് കൊച്ചിയിലും മാത്രം ഒതുങ്ങിയ സിനിമയ്ക്ക്, ആ സിനിമ ആ കാലത്ത് നമ്മളെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ 30-40 സിനിമയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 152 സിനിമ, 200-ലധികം സിനിമ ഒരു വർഷം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചിട്ട് സിനിമ എടുക്കാനുള്ള ഒരു സ്പേസ് കേരളത്തിൽ സംഭവിച്ചു. അപ്പോൾ കാസർഗോഡ് അന്ന് 90s നായകൻ ആവാൻ വേണ്ടിയിട്ട് വന്നിട്ട് സിനിമയിലേക്ക് അഭിനയിച്ച ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും എക്സ്പോഷർ കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ സ്പേസ് ഉണ്ട്. നിങ്ങളൊരു നല്ല കോണ്ടൻറ്റുമായിട്ട് ഒരു സിനിമ കൊണ്ടുവരികയാണെങ്കിൽ, സിനിമയിൽ വരികയാണെങ്കിൽ ആളുകൾ സ്വീകരിക്കും. ഇപ്പോൾ നമ്മൾ സമീപകാലത്ത് പെണ്ണും പൊറോട്ടും, അല്ലെങ്കിൽ മറ്റേ വിജേഷ് പാടത്തൂർ സംവിധാനിച്ച പ്രകമ്പനം, അതിലും ഒരു ചെറിയ പടമാണ്. ചെറിയ പടം എന്ന് പറയുന്നത് അങ്ങനെയല്ല, പുതിയ ആൾക്കാരെ വെച്ച് ചെയ്ത പടമാണ്. പക്ഷെ കണ്ടൻറ്റ് ബേസ് പെണ്ണും പൊറോട്ടൊക്കെ ഒരു ഗംഭീര സിനിമയാണ്. അപ്പോൾ അത് കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ ആളുകൾ കാണാൻ വരും എന്നുള്ളൊരു സംഭവമുണ്ട്. അതിപ്പോൾ മറ്റേ വലിയ താരങ്ങളെ വെച്ച് പടം ചെയ്താൽ വിജയിക്കണം എന്നില്ല. ആ കാലം മാറി. പണ്ട് മോഹൻലാൽ നായകനായിട്ടൊരു പടം വന്നു കഴിഞ്ഞാൽ ആ പടം എങ്ങനെയും 3 ആഴ്ച ഓടും. ഇന്ന് മോഹൻലാൽ നായകനായിട്ട് ഒരു മോശം പടം വരികയാണെങ്കിൽ അത് ഒരാഴ്ച പോലും തിയേറ്ററിൽ നിൽക്കില്ല, നമ്മൾ കാണുന്നതാണ്. നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കണ്ടൻറ്റിനാണ് ഇപ്പോൾ പ്രാധാന്യം. കാരണം ആളുകൾക്ക് ഇപ്പോൾ വെബ് സീരീസുകൾ കാണുന്ന ആളുകളാണ്. OTT പ്ലാറ്റ്ഫോമിൽ വിദേശത്തുള്ള സിനിമകളും സീരീസുകളും, കൊറിയൻ അല്ലെങ്കിൽ ജർമ്മൻ അല്ലെങ്കിൽ മറ്റ് പല ഭാഷകളിലുള്ള സിനിമകളും സീരീസുകളൊക്കെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കണ്ടൻറ്റ് വ്യത്യസ്തത ഉണ്ടെങ്കിൽ വരും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ കാസർഗോഡ് നിന്ന് വരുന്നു. അവർ സിനിമ ഉണ്ടാക്കുന്നു. ആ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കൂട്ടം കൂടുന്നു. അങ്ങനെയാണ് അത് സ്വാഭാവികമായിട്ടുള്ള ടെക്നോളജിയുടെയും ആ ടെക്നോളജി തരുന്ന സിനിമ എടുക്കാനുള്ള ജനാധിപത്യപൂർണ്ണമായിട്ടുള്ള സ്പേസിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ അത്യുത്തര മലബാർ ഒരു കാലത്ത് ഒരു അവികസിത ഭൂപടം, അതിൻ്റെ ഒരു ഭാഗമായിരുന്നു കേരളത്തിന് മുഴുവനായിട്ട്. ഏതാണ്ട് ചില കോർണറുകൾ മാത്രമേ അന്ന് ഈ വികസനത്തിൻ്റെ ഒരു സാധ്യതകളുണ്ടായിരുന്നുള്ളൂ. 10 വർഷത്തെ അടിസ്ഥാന മേഖലയുള്ള വികസനം, ഇപ്പം പലതരം ഫെസ്റ്റുകൾക്ക്, സാഹിത്യ പ്രവർത്തനങ്ങൾക്കൊക്കെ കേരളത്തിലുടനീളം സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ അടിസ്ഥാന മേഖലയുടെ വികസനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അതെന്താ ഏറ്റവും വലിയ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ കാസർഗോഡുകാരനായ എന്ന സമയത്തോളം, ഞാൻ കാസർഗോഡാണ്. ഞങ്ങൾക്ക് കോവിഡ് കാലത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അരക്ഷിതരായത്. ഞങ്ങൾ അസുഖമെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ അവർ റോഡിൽ മണ്ണടിച്ച് നമ്മൾ അങ്ങോട്ട് കയറ്റിയില്ല, മംഗലാപുരത്തേക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അതായത് ആശുപത്രിയിൽ വരുന്നു, പിന്നെ റോഡിൻ്റെ ഒരു അപര്യാപ്തി ഉണ്ടായിരുന്നു. ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. ഇപ്പോൾ നമ്മൾ അന്ന് മംഗലാപുരത്തേക്ക് പോകണമെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ വേണം. കാഞ്ഞങ്ങാടാണ് എൻ്റെ വീട്. നമ്മളൊരു വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ. ഇപ്പോൾ നമുക്ക് 20 മിനിറ്റ് കൊണ്ട് മംഗലാപുരത്ത് എത്താം. അത് ഈ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ റോഡ് നന്നാണെങ്കിൽ, നമ്മുടെ പാത, നമ്മളുടെ വഴി നന്നായി തന്നെ അവിടെ മാറ്റങ്ങളുണ്ടാവും. അത് ഞാൻ അനുഭവിച്ചത്. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് കാഞ്ഞങ്ങാടേക്ക് പോകാൻ റോഡ് ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു കുന്ന് ഇടിച്ചൊക്കെ ഒരു റോഡൊക്കെ വന്ന ശേഷമാണ് ഞങ്ങൾക്ക് ആശുപത്രിക്ക് പോകാൻ പറ്റി. ആ റോഡ് വന്നതോടുകൂടി നമ്മളുടെ ജീവിതത്തിൻ്റെ രീതി മാറി. അല്ലെങ്കിൽ നമ്മളൊരു പനി പിടിച്ച് കിടന്നാൽ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആശുപത്രിക്ക്. അന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോൾ ഒരാഴ്ച നമ്മൾ പനിയും പിടിച്ച് വീട്ടിൽ കിടക്കണം. അപ്പോൾ മഴ തീരാനും വെള്ളപ്പൊക്കം ഒഴിയാനും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ റോഡ് വന്നതോടുകൂടി നമുക്ക് ആശുപത്രിയിലേക്ക് എത്താം. അതാണ് ഈ റോഡ് വരുമ്പം നമ്മളുടെ ഗതാഗതം മെച്ചപ്പെടുമ്പോഴൊക്കെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അനുഭവിച്ചവർക്ക് അറിയാം ഇവിടെ നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടായെന്ന് അറിയാം. 10 വർഷം മുമ്പ് ജീവിച്ച ആൾക്കാർ, 10 വർഷം ഈ ഭരണത്തിന് 10 വർഷം മുമ്പുള്ള ആളുകൾക്കറിയാം അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്തത്, എന്തൊക്കെയാണ് ഇവർ ചെയ്തത് എന്ന് കൃത്യമായിട്ട് അറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് ഏറ്റവും കൂടുതൽ
അതിന് കാരണക്കാരനായിട്ട് ഞാൻ പിണറായി വിജയനാണ് പറയുക. കാരണം ഞാൻ പിണറായി വിജയൻ്റെ തളർച്ചയും വളർച്ചയും വളരെ നോക്കിക്കണ്ട ഒരു മാധ്യമ സ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നതിൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നോക്കിക്കിടക്കുന്ന ആളാണ്. കാരണം ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഭയങ്കര ഒരു പ്രതിസ്ഥാനത്തായിരുന്നു. മാധ്യമങ്ങളെല്ലാം കൂടിയിട്ട് ഒരു വില്ലൻ പരിവേഷമാണ് അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തത്. ലാവ്ലിൻ കേസ്, കർക്കശക്കാരനായ പാർട്ടി സെക്രട്ടറി. പക്ഷേ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം ഈ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്ന പോലെ ഇപ്പോൾ അദ്ദേഹം ഒരു വികസന നായകനായിട്ട് സാധാരണക്കാർക്കിടയിലുണ്ട്, അതായത് അനുഭവസ്ഥർക്കിടയിലുണ്ട്. മാധ്യമങ്ങൾ എന്ത് അപരനിർമ്മിതി ഉണ്ടാക്കിയാലും അനുഭവിച്ചവർക്കറിയാം ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്ത് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം സഖാവിൻ്റെ നേതൃത്വത്തിൽ, CM-ൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ചെയ്തിട്ടുള്ള വികസന നയങ്ങളും മറ്റ് സാധാരണക്കാരെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ക്ഷേമ പരിപാടികളൊക്കെ തന്നെ. അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചറിയാന്ന് വെച്ചാൽ ഈ ഉണ്ടാന്ന് പറയുന്ന സിനിമയുടെ മമ്മൂക്ക നായകനായിട്ടുള്ള ഉണ്ടാന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ കാസർഗോഡ് വെച്ചായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ കാസർഗോഡ് എത്തിയപ്പോൾ മമ്മൂക്ക അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ മെസ്സേജ് അയച്ചപ്പോൾ നീ ഇങ്ങോട്ട് പോകാം. അപ്പോൾ മമ്മൂക്ക അന്ന് ഷൂട്ടില്ല, അന്ന് എന്തോ മറ്റേ വേറെ പലർക്കും ഷൂട്ടാണ്, മമ്മൂക്ക് ഷൂട്ടില്ല. അപ്പോൾ ബാക്കിൽ ഒരു ഹോട്ടലിലാണ് മമ്മൂക്ക ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് പോയി. അപ്പോൾ ഞാൻ ഈ രാഷ്ട്രീയവും സാഹിത്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്ന പലതും സംസാരിച്ച് ഇപ്പോഴത്തെ എന്തെങ്കിലും പുതിയ പുസ്തകം എന്താണ് വായിക്കുന്നത്, അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് രാഷ്ട്രീയത്തിലെത്തി. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇവിടെയാണ്, എന്താണ് നിൻ്റെ രാഷ്ട്രീയം? ഞാൻ പറഞ്ഞു ഇടതുപക്ഷമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നമുക്ക് CM-ആയിട്ട് ഭയങ്കര അടുപ്പാണല്ലോ എന്നിങ്ങനെ ചോദിച്ച സമയത്ത് നമുക്കൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ CM-ൻ്റെ ഒരു സംഭവം, പുള്ളിയുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരേ ഒരു ആഗ്രഹമാണ്, സിംഗപ്പൂർ പോലെ കേരളത്തെ ഒരു വലിയ വികസനത്തിൻ്റെ ഒരു നാടാക്കി മാറ്റണം, എൻ്റെ നാടൊരു വലിയ നാടായി മാറ്റണം എന്നൊറ്റ വിചാരമില്ല പുള്ളിക്ക്. അത് മമ്മൂക്ക പറയുമ്പോൾ മമ്മൂക്കയുടെ കണ്ണുകൾ ഭയങ്കര തിളക്കുക. അതായത് അത്രയും ആത്മാർത്ഥതയോടെ ഒരു ആൾ ആഗ്രഹിക്കുന്നു, ഒരു ഭരണാധികാരി ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം കേൾക്കുന്ന അയാൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം മമ്മൂക്കയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നാട് നന്നാക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ CM-നെ കാണുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വാർദ്ധക്യത്തിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ പോകുമ്പോഴും നാടിന് വേണ്ടി അടിമതറാതെ നിൽക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി CM-ന് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും എനിക്ക് നേരിട്ട് അനുഭവിക്കാനും യോഗം ഉണ്ടായിട്ടുണ്ട്. അത് ഈ പല പരിപാടികൾക്കും ക്ഷണിതാവായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് സാംസ്കാരിക രംഗത്തെ പലരെയും കൂട്ടത്തിൽ വിളിച്ചാണ്. 4-5 പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പലരും ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു അമ്പയറൊന്നും എനിക്കില്ല. പലരും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ CM ഇതൊക്കെ എല്ലാം കേട്ടുകൊണ്ട് കുറിച്ചുകൊണ്ടിരിക്കും ഒറ്റക്കന്നെ. അതായത് വേറെ ആളല്ല, മറ്റ് ഭരണാധികാരികളാണ് പിന്നെ എഴുതിയെടുക്കാൻ വേറെ ആളുണ്ടാവും. ഇതൊന്നുമല്ല, ഒറ്റക്കന്നെ ഇരുന്ന് ചെറിയ പേനയുണ്ട് ഇങ്ങനെ നോക്കി എഴുതുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ആദ്യമൊക്കെ വിചാരിച്ച് വെറുതെയാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് CM എഴുന്നേറ്റ് നിന്ന് അവർ ചോദിച്ചവരും നിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഉത്തരം കൊടുത്ത് നടപ്പിലാക്കേണ്ടത് നടപ്പിലാക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും, അത് വളരെ ബ്ലാ ചോദ്യമായാലും അതിന് പോലും CM-ൻ്റെതായ മറുപടി കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഇദ്ദേഹം ഒരു ചില്ലറ കളിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് വേണ്ടി. അത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് പുള്ളി പ്രവാസി ലോകത്തെ മനുഷ്യരോടൊക്കെ ഗൂഗിൾ മീറ്റിൽ വന്ന് കൃത്യമായി ഇടപെടണം എന്ന് നമ്മുടെ നാട്ടിലെ മനുഷ്യരുണ്ട്, അവരെ വേണ്ട രീതിയിൽ സഹായിക്കണം എന്നൊക്കെ ഒരു വൈകിയ സമയത്ത് രാത്രി സമയത്ത് സംസാരിക്കുന്നത് കണ്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള നിലപാട്, ഇപ്പോൾ പൗരത്വ ബിൽ നടപ്പിലാക്കരുതെന്ന് ഏറ്റവും തീവ്രമായിട്ട് ഏറ്റവും ശക്തമായിട്ട് രാഷ്ട്രീയമായിട്ട് സംസാരിച്ചത് CM-ആണ്. CM-ൻ്റെ പാർട്ടിയും ഇടതുപക്ഷമാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ വെച്ച് പുലർത്തുന്നു. അതോടൊപ്പം തന്നെ വികസനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നയം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ഇപ്പോൾ കേരളയിൽ നിന്ന് പോലുള്ള പദ്ധതി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ. പലരും അങ്ങനെ പലതും പറയും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് വരണം.
ഞാൻ കാസർഗോഡുകാരനാണ്. എനിക്ക് ചിലപ്പോൾ എറണാകുളത്തേക്ക് വരേണ്ട ആവശ്യമുണ്ടാവും. ഞങ്ങൾ കാസർഗോഡുകാർക്ക് ചിലപ്പം തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് വരണം. അപ്പോൾ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി, കേരളയിൽ പോലുള്ള പദ്ധതിയൊക്കെ നടപ്പിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, വികസനത്തിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന റൈറ്ററാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ വരണമെങ്കിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരോഗ്യ മേഖലയെ പറ്റി നമ്മളിപ്പോൾ പരാമർശിച്ചാൽ കേരളത്തിലെ ആരോഗ്യ മേഖല, നിലവിലെ സർക്കാർ സംവിധാനം അതിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോധപൂർവമായൊരു ശ്രമം കേരളത്തിലെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന്, അതല്ലാതെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ചും ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അത് നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാജിയുടെ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? അല്ല, അത് സത്യം. എന്താ വെച്ചാൽ ഈ സ്വകാര്യ ആശുപത്രി, ഞാൻ കൊച്ചിയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട്. ഞാൻ അവിടുത്തെ കളമശ്ശേരി PHCയിലും പോയിട്ടുണ്ട്. കളമശ്ശേരി PHC നമുക്ക് 5 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ പനിക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ എന്തെങ്കിലും അസുഖമായിട്ട് അവർ നല്ല ഡോക്ടർമാർ, ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാർ, ഒന്നും പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, ഒരു 3 ദിവസം ആൻറ്റിബയോട്ടിക് കഴിക്കാം, അവിടെ നിന്ന് എല്ലാം മരുന്നും കിട്ടും. നമ്മൾ 5 രൂപ കൊടുത്തിട്ടാണ് കളമശ്ശേരിയിൽ നിന്ന് മരുന്നും വാങ്ങി വരുന്നു. 3 ദിവസം നമ്മൾ പരിപാടി റെഡിയാവും. എന്താ അസുഖം അത് റെഡിയാവും. റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും വരും. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ സൗകര്യം അവിടെ ഉണ്ട്. പക്ഷേ നമ്മളൊരു പ്രൈവറ്റ് ആശുപത്രി പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം തന്നെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. 2500 രൂപ 4500 രൂപ പോയി 2500 രൂപ മിനിമം നമ്മളതിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഒരു 3 ദിവസത്തേക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ ഭീകര മരുന്നായിരിക്കും. ആ മരുന്ന് അത്രയും അവർ മരുന്ന് കമ്പനികളായിട്ടുള്ള ടൈപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് ആ 3 ദിവസത്തേക്ക് നമുക്ക് തല പൊന്തിക്കാൻ പോലും പറ്റില്ല. ഈ ഇത്തരത്തിലുള്ള PHCകൾ ഗവൺമെൻറ് ജില്ലാ ആശുപത്രികളൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ്. ഞാൻ കാഞ്ഞങ്ങാടുകാരനാണ്. അവിടെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ഉണ്ട്. 10 വർഷം മുമ്പ് ആ ജില്ലാ ആശുപത്രിയിൽ ആരും പോകാറില്ല. ഇപ്പോൾ ആ ജില്ലാ ആശുപത്രി ഒരു ചെറിയ മെഡിക്കൽ കോളേജ് പോലെയാണ്. അവിടെ MRI സ്കാനിങ് ഉണ്ട്, മറ്റ് പല സ്കാനിങ്ങും ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിലെല്ലാ ആൾക്കാരും എവിടെയാണ് എന്ത് അസുഖം വന്നാലും എവിടെയാണ് പോകാം. ഇപ്പോൾ പ്രസവം പോലും അവിടെ തന്നെയാണ്. അങ്ങനൊരു അമ്മയും കുഞ്ഞും ആശുപത്രിൻ്റെ അപ്പുറം. അപ്പോൾ ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള ഭയങ്കര വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ആരോഗ്യരംഗത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമ്മയൊക്കെ MRI ഒക്കെ സ്കാൻ ചെയ്തത് ജില്ലാ ആശുപത്രിയിൽ നിന്നാണ്. നമ്മൾ അവിടെ നിന്ന് 2000 രൂപയായിട്ടാണ് കൊടുക്കേണ്ടത്. BPL ആണെങ്കിൽ 500 രൂപ അത്രയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു പ്രൈവറ്റ് ആശുപത്രി 15000 രൂപ കൊടുക്കും. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര നല്ല ഡോക്ടർമാരാണ്. ആ ഡോക്ടർമാരുടെ കൺസൾട്ടേഷന് വേണ്ടി നീണ്ടു നിൽക്കുന്ന ക്യൂ ഉണ്ടാവും. വളരെ സമാധാനത്തോടു കൂടി നോക്കുന്ന ഡോക്ടർമാരാണ്, നല്ല സ്നേഹത്തോടെ പരിചരിക്കുന്ന നഴ്സുമാരാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ആശുപത്രി പോയിട്ട് ഈ അടുത്ത് നമ്മളൊരു സുഹൃത്തിനുണ്ടായി കളമശ്ശേരി പോയി. പുള്ളി ഒരു ആക്സിഡൻറ്റിൽ പുള്ളിയുടെ കൈ കുഴ അങ്ങനെ പൊട്ടിപ്പോയി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ ആൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം, ഒരു 5 ദിവസം കിടക്കണം, മിനിമം 40,000 രൂപ വന്നു. അപ്പോൾ നമ്മളെ സുഹൃത്ത് പറഞ്ഞു, അത് സാറില്ല, ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പറഞ്ഞു. പുള്ളി ഇയാളെയും കൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയി. വിത്തിൻ 3 അവറിനുള്ളിൽ ഈ സാധനം ഇതാക്കി ഒരു ചെറിയ കീറുണ്ടായി, തുന്നിക്കെട്ടി ഒരാഴ്ച കൊണ്ട് അയാൾ സ്വസ്ഥമായിട്ട് അയാൾ കൈയും ശരിയായി, എല്ലാം ശരിയായി. ഞാൻ പറഞ്ഞേ, ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ സർക്കാർ മെഡിക്കൽ സിസ്റ്റം വളരെ പോസിറ്റീവായിട്ട് പോകുമ്പോൾ ഈ പ്രൈവറ്റ് മെഡിക്കൽക്കാർക്ക് ആളെ കിട്ടില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ അടുത്ത് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരു പിഞ്ചു കുഞ്ഞിന് എന്തോ മറ്റേ കുത്തി വെച്ചിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അത് വാർത്തയാവാതിരിക്കുന്നു. ഇപ്പുറത്ത് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, ചെറിയൊരു പ്രശ്നങ്ങളില്ലാതെ എല്ലാ ആശുപത്രിയിലും ഒരുപാട് രോഗികൾ വരുമ്പോൾ പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിങ്ങനെ ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജൊക്കെ നീ പോയി നോക്കിയാൽ മതി, അത്രയും ആൾക്കാരായിരിക്കും. നമ്മളിങ്ങനെ ഒരു അത്രയും തിരക്കുള്ള ആശുപത്രിയാണ്. അപ്പോൾ അത്രയും രോഗികളെ നോക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം സംഭവിച്ചെന്ന് വരും. അത് സംഭവിക്കുന്ന ഒരു തെറ്റാണ്. പക്ഷേ ഇതേപോലെ അപ്പുറത്ത് സംഭവിക്കുമ്പോൾ അത് വാർത്തയാക്കപ്പെടാതിരിക്കുകയും ഇപ്പുറത്ത് സംഭവിക്കുമ്പോൾ അത് ഫ്രണ്ട് പേജ് വാർത്തയാകുകയും കൊലക്കളമായി മാറുന്നു മെഡിക്കൽ കോളേജുകൾ എന്ന് ചർച്ച ചെയ്യുകയും അപ്പുറത്ത് മരിക്കുകയും ഗുളിക കഴിച്ചിട്ട് കിഡ്നിയും ലിവറും ഒക്കെ അടിച്ചു പോവുകയും ചെയ്യുന്നത് വാർത്തയാവാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് വെച്ചാൽ ഈ സ്വകാര്യ ആശുപത്രികൾ പരസ്യം കൊടുക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികൾ പല പരിപാടികളും സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാർ സിസ്റ്റത്തെ ചോദ്യം ചെയ്താൽ ആരും ചോദിക്കാനും പറയാനും ആരുമില്ല. അതിവിടെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. വേറൊരു ചോദ്യം, അത് നമ്മുടെ ഈ അടുത്ത കാലത്ത് ഈ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ചിലർ തന്നെ ഈ തുടർഭരണം എന്നുള്ളൊരു വാക്ക് ഇപ്പം സമീപകാലത്തായിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കാണ്. 2 തവണ കേരളത്തിൽ സമീപകാലത്തില്ലാത്തൊരു ഇതായിരുന്നു. ഇടതുപക്ഷത്തിന് 2 ടേമായിട്ട് ഭരണം കിട്ടുന്നു. ഇനിയിപ്പോൾ 3ാം ടേമിലേക്ക് ഇടതുപക്ഷം വരേണ്ടതില്ല എന്നുള്ള രൂപത്തിൽ ചില സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇതും ഗൗരവമുള്ള ചില പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിനെ? നമ്മളൊരു സുഹൃത്തും എഴുത്തുകാരനായിട്ടുള്ള TP വേണുവേട്ടൻ ഫേസ്ബുക്കിൽ അതിന് ഉത്തരമായിട്ട് ഒരു കഥ എഴുതിയിട്ടുണ്ടായി. തുടർച്ചയായിട്ട് ഈ മാർച്ച് മാസത്തിലാണല്ലോ നമ്മൾ മാവ്
പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് 2 കൊല്ലം നിറയെ മാങ്ങകൾ നൽകുന്ന ഈ മൂവാണ്ടൻ മാവിനെ 3-ാം വർഷം ആയതുകൊണ്ട് തുടർ ആയതുകൊണ്ട് വെട്ടിക്കളയാൻ ഉടമസ്ഥൻ തീരുമാനിച്ചു. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായ? അതായത് 10 വർഷം ഭരിച്ച് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ഇപ്പോൾ ഈ എസ് ജയശങ്കർ എന്ന് പറയുന്ന ഇടതുപക്ഷ വിരുദ്ധനായിട്ടുള്ള മനുഷ്യൻ പോലും വളരെ നല്ല ഭരണമാണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഉണ്ടായത് എന്ന് പറയുന്നു. എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇവിടെ വളരെ വളരെ ഗംഭീരമായ വികസനം പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നു. അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ തൊട്ട് മേൽത്തട്ടിലെ മനുഷ്യരെ വളരെ കൃത്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. അടിസ്ഥാന വിഭാഗത്തിന് ക്ഷേമ പദ്ധതികൾ മുതലുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ ഒന്നിച്ചിറങ്ങുകയില്ലേ എന്നുള്ളൊരു വേർഡ് പിണറായിക്കല്ലാതെ CM-നല്ലാതെ പിണറായി സാറിനല്ലാതെ വേറെ ആൾക്ക് പറയാൻ പറ്റും. അതിൻ്റെ അതിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ഇറങ്ങുന്നത്. നമ്മളൊരു വലിയ ദുരന്തത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ മുമ്പിൽ നയിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അത് അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ ആരുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ നമുക്കൊരു പ്രതീക്ഷ പകരുന്നൊരു നേതാവ് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഈ തുടർഭരണം എന്ന് പറയുന്നത് നിങ്ങൾ 10 വർഷം ചെയ്ത 10 വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തി 10 വർഷം മുഴുവൻ അഴിമതിയാണ്. നമ്മൾ 10 വർഷം മുമ്പ് ചെയ്തതുപോലെ പാഠപുസ്തകങ്ങളില്ല, അല്ലെങ്കിൽ മറ്റെടുത്ത് അഴിമതി, ഇപ്പുറത്തെ അഴിമതി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം തുടർഭരണം വേണ്ടാന്ന്. പക്ഷേ ഇവിടെ തുടർന്ന് 10 വർഷം ചെയ്തുകൊണ്ടിരിക്കുന്ന വികസനത്തിന് ഒരു തുടർച്ച വേണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം വേണം എന്നുള്ള അഭിപ്രായക്കാരാണ്. എന്നാലേ അത് പൂർത്തീകരിക്കാൻ പറ്റും. ഇനി വേറൊരു എതിർ പാർട്ടി വരുമ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഒരു പിടിപാടും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തുടങ്ങി വെച്ച് അത് പലതും പൂർത്തീകരിച്ചിട്ടുണ്ട്, പലതും പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ തുടർഭരണം വേണമെന്നാണ് സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം, എൻ്റെ ആഗ്രഹവും. പക്ഷെ ചില ആളുകൾക്ക് അത് തോന്നുക വെച്ചാൽ അങ്ങനെയൊന്നും അവർ പറയുന്നതൊന്നും കേട്ട് നമ്മളതിൻ്റെ പുറത്ത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാധാരണക്കാർക്ക് അനുഭവസ്ഥരായിട്ട് ഇവിടെയുണ്ട്. വളരെ കൂലിപ്പണിയെടുക്കുന്നവർ, കർഷക തൊഴിലാളികൾ, മറ്റ് പലതരം പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന മനുഷ്യർക്കെല്ലാം ആശ്വാസത്തിൻ്റെ ഒരു കൈത്താങ്ങുമായിട്ട് പല രീതിയിൽ പല തലങ്ങളിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്ന ഭരണകൂടം ഉണ്ടായിരുന്നു എന്നാണ് ഒരു നാട്ടുമ്പുറത്തെ മനുഷ്യരെ മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. നമ്മളോട് ഇത്ര നേരം കേരള വികസനത്തെക്കുറിച്ചും ഭാവി കേരളത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട എഴുത്തുകാരൻ PV ഷാജികുമാറാണ്. ഷാജിയേട്ടന് കേരള പച്ചയുടെ പേരിലുള്ള എല്ലാവിധ നന്ദി അറിയിക്കും. സന്തോഷം കേരള പച്ചയുടെ ഭാഗമായിട്ട് ഇവിടെ വരാനും നിന്നോട് കുറച്ച് നേരം സംസാരിക്കാനും എൻ്റേതായിട്ടുള്ള നയങ്ങളും സങ്കല്പങ്ങളും പറയാനും കഴിഞ്ഞതിനുള്ള സന്തോഷവും